അങ്ങനെയാണ് നീലക്കണ്ണിയെ രാജാവ് അമ്പെയ്ത് വീഴ്ത്തിയത്. അവൾ അമ്പുകൊണ്ട് നിലത്തേക്ക് പിടഞ്ഞു വീണു. വേദന കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. മരിക്കും മുമ്പ് തന്റെ 2 മക്കളെക്കുറിച്ചായിരുന്നു നീലക്കണ്ണി ചിന്തിച്ചത്. പാവം കുഞ്ഞുങ്ങൾ അമ്മയില്ലാതെ വിഷമിക്കില്ലേ? ചിന്തിച്ചും നിലവിളിച്ചും നീലക്കണ്ണി കണ്ണുകൾ അടച്ചു. രാത്രിയായതോടെ 2 മാൻകുട്ടികളും അമ്മയെ കാണാതെ കരയാൻ തുടങ്ങി. പക്ഷേ അമ്മ എത്തിയില്ല. മാൻകുട്ടികളുടെ കരച്ചിൽ കേട്ട് കാടിന് പോലും സങ്കടം തോന്നി. മരങ്ങളും അരുവിയും അവർക്കൊപ്പം കരഞ്ഞു. പിന്നീട് ആകാശവും കരഞ്ഞു. ഭൂമിയിലേക്ക് മഴ പെയ്തിറങ്ങി. നാഗരാജാവ് മാൻകുട്ടികളുടെ വേദനയറിഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാനെത്തി. കുട്ടികളുടെ കരച്ചിൽ കണ്ട് നാഗരാജാവിന് സങ്കടം സഹിച്ചില്ല. അങ്ങനെയാണ് കാട്ടിലെ മൃഗങ്ങളെ അമ്പെയ്ത് വീഴ്ത്തിയ രാജാവിനെ വധിക്കാൻ നാഗങ്ങൾ തീരുമാനിച്ചത്. ദേവലാൽ ചെറുകരയുടെ മായൻ കടുവ എന്ന പുസ്തകത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. സാഹിത്യകാരി KR മീര അവതാരിക എഴുതിയ ബാലസാഹിത്യ അവാർഡ് നേടിയ പുസ്തകത്തിന്റെ 12ാം പതിപ്പാണ് എന്റെ കയ്യിലുള്ളത്. ഈ നോവലിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കണ്ടിട്ടാണ് ഞാൻ ഈ പുസ്തകം വാങ്ങിച്ചത്. പക്ഷെ നിരാശനാകേണ്ടി വന്നില്ല. നല്ല വായനാനുഭവമായിരുന്നു. മായൻ കടുവ ബാലസാഹിത്യ നോവലാണെങ്കിൽ പോലും എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിന്റെ അവതരണം. ഈ മായൻ കടുവ ഈ ഒരു നോവൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു കടുവയെക്കുറിച്ചുള്ള നോവലല്ല. മായൻ എന്ന കടുവ ഈ നോവലിലെ ഒരു പ്രധാന കഥാപാത്രം മാത്രമാണ്. ഈ നോവൽ ശരിക്കൊരു യാത്രയാണ്. കാടിനടുത്തെ ഗ്രാമത്തിലെ ഒരു 10 വയസ്സുകാരനെ, ആ ഗ്രാമത്തിലെ അത്യാഗ്രഹിയായ ഒരു മനുഷ്യൻ കൊടുങ്കാട്ടിനകത്തെ നിധി തേടി പോകുമ്പോൾ ഈ 10 വയസ്സുകാരനെ ബലമായി കാട്ടിനകത്തേക്ക് പിടിച്ചു കൊണ്ടുപോവുകയും ആ 10 വയസ്സുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ നാടിന്റെ മൂപ്പനായ കുലുമ്പൻ ആ കാടിനെ കുറിച്ചും കാട്ടിലെ ജീവികളെ കുറിച്ചും അവയുടെ സാഹചര്യങ്ങളെ കുറിച്ചെല്ലാം ഗഹനമായ അറിവുള്ള, വളരെ ആഴത്തിൽ അറിവുള്ള കുലുമ്പൻ ആ കാട്ടിനകത്തേക്ക് 10 വയസ്സുകാരനായ ശ്രീകുട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു യാത്രയാണ്. ഈ ഒരു നോവലില് ഈ ശ്രീകുട്ടൻ, കുലുമ്പൻ, മായൻ കടുവ ഇവര് മാത്രമല്ല കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. കുലുമ്പൻ കാട്ടിനകത്തേക്ക് നടത്തുന്ന ഈ യാത്രയ്ക്കിടെ കുലുമ്പൻ ഒരുപാട് മൃഗങ്ങളെ കണ്ടുമുട്ടുന്നുണ്ട്. അവരെല്ലാം ഈ കഥയിലെ കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. ഈ ഒരു നോവൽ ശരിക്കും നമുക്ക് നൽകുന്നത് ഒരു വായനാനുഭവം മാത്രമായിരിക്കില്ല. ഒരുപാട് നല്ല അറിവുകൾ കാടിനെക്കുറിച്ചും കാട്ടിലെ മൃഗങ്ങളെക്കുറിച്ചും അവയുടെ ആവാസ വ്യവസ്ഥകളെക്കുറിച്ചെല്ലാം വളരെ നല്ല അറിവുകൾ ഇതിന്റെ ദേവലാൽ ചെറുകര നമുക്ക് ഈ ഒരു നോവലിലൂടെ പകർന്നു തരുന്നുണ്ട്. ഈ നോവലിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് നമുക്ക് വായനാശീലം വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വായിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു പുസ്തകം കൂടെയാണ് ഈ മായൻ കടുവ. കാര്യം ഇത് നമ്മൾ വായിച്ചു തുടങ്ങിയാൽ നമുക്കിത് മുഴുവനാക്കാതെ മടക്കി വെക്കാൻ പറ്റൂല. അത്രയും ലളിതവും ഹൃദ്യവുമാണ് ഇതിന്റെ അവതരണം. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ചെറുപ്പം തൊട്ട് അവരുടെ വായനാശീലം വളർത്തിയെടുക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കൊക്കെ സമ്മാനിക്കാൻ പറ്റുന്ന നല്ലൊരു പുസ്തകമാണ് മായൻ കടുവ. താങ്ക് യു.